ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു വരും കേട്ടോ, ഇപ്പൊ വരും. പിള്ളേ, എവിടുന്നാ കിട്ടിയേ? ഒന്നും പറയേണ്ട സത്യാമേ, പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ടുള്ള വരവാ. ഒടുവിൽ സ്റ്റേഷനിൽ നിന്ന് പോരാനായിട്ട് ശാലിനി കുഞ്ഞ് വരേണ്ടി വന്നു. ഭാമേ, ഇന്നേ നമ്മുടെ മോൻ വരും. വിഷ്ണുവേ, അവനെന്ന് വരും. ശാലിനി, ഇന്ന് അവനെ കൊണ്ട് ഈ വീട്ടിലോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. നോക്കിയിരുന്നാ മതി, അവന്റെ കാര്യല്ലേ. ഇതുവരെ കാണിക്കാത്ത സ്നേഹം ഇനി അവൻ കാണിക്കുമെന്നോ? തീ തീറ്റിക്കല്ലായിരുന്നു ഇത്രയും നാളും. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. എന്തിനായിരുന്നു ഈ ഒളിച്ചുകളിന്ന് ചോദിച്ചു പറയിച്ചിട്ടെ ഞാൻ അവനെ ഇതിനകത്തോട്ട് കയറ്റു. ശാരദാമ്മ കേൾക്കണം. ആ എടിയമില്ലേ കളക്ടറേറ്റിലെ ആ ഉദ്യോഗസ്ഥൻ, വിഷ്ണു വന്നു കഴിയുമ്പോഴേ ആദ്യം തല്ലുന്നത് അവനായിരിക്കും. അവൻ ഒറ്റ ഒരുത്തനാ ഇന്ന് എന്നെ സ്റ്റേഷനിൽ കയറ്റിയത്. രാഘവേട്ട, ആദ്യം വിഷ്ണു ഒന്നിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് തല്ലും വഴക്കും ഒക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. അതുപോരാ, ഇന്നെന്നെ പിടിച്ച പോലീസുകാരനിട്ടും രണ്ടെണ്ണം കൊടുപ്പിക്കണം. എന്തായിരുന്നു പിള്ളേ ഇന്ന് കളക്ടറേറ്റിൽ നടന്നത്? ഇനി അവിടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ല സത്യാമേ. അത്രയും ബഹളമാ അവിടെ നടന്നത്. കൂടുതലും അവരൊക്കെ തന്നെ ഉണ്ടാക്കി രാഘവൻ സാറിനെ അതിൽ മനഃപൂർവ്വം പെടുത്തിയതാ. അങ്ങനെയാ അറിയാൻ കഴിഞ്ഞത്. ബോധമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുമ്പോ ആർക്കും എന്ത് വേണമെങ്കിലും ആരോപിക്കാമല്ലോ. പിന്നെ വിഷ്ണുവിനെ കാണണ്ടേ? ദേ രാഘവേട്ട, അവൻ വരുമ്പോ വരട്ടെ. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുപോലെ പുറത്തേക്കെങ്ങും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഒന്നും ഇരുന്നൂടെ? അല്ല, അപ്പം ഞാൻ നമ്മുടെ വിഷ്ണുവിനെ എങ്ങനെ കാണുന്നേ? അവനെനിക്ക് കാണണം. എനിക്കവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്റെ മോനവൻ. പിന്നെ ഞാനിപ്പോ അങ്ങനെ അവനെ തിരക്കിടുന്നുണ്ടല്ലേ ശാലിനിയെ വിഷ്ണുവിനെ കൂട്ടുവരാന്ന് പറഞ്ഞേ. പിള്ളേ, അവൻ വന്നു കഴിയുമ്പോഴേ ചാടിക്കേറി ഇതൊന്നും പറയുന്നും വേണ്ട. അല്ല പിന്നെ അവരെന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലേ അവന് സഹിക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. നമുക്കേ സാവധാനം പറഞ്ഞാ മതി കേട്ടോ. ശരി സാറേ, നമുക്കിനി കുറച്ച് സമയം വിശ്രമിക്കാം. എന്നിട്ട് വിഷ്ണു കുഞ്ഞ് വരുമ്പോ എങ്ങനെയൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യാം. വാ സാറേ. എന്നാ കുറച്ച് കിടക്കാല്ലേ? സാർ എഴുന്നേക്ക്. അത് തന്നെ. ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേ വിഷ്ണു വരും. അവൻ വരും. അവൻ വന്നിട്ട് വേണം 4 വർത്താനം പറയാനായിട്ട്. കൊച്ചു കുട്ടിയാണോ വിചാരം? കണ്ടില്ലേ, വിഷ്ണുവിനെ കുറിച്ചുള്ള വേവലാതിയിൽ മനസ്സ് തകർന്ന് നടക്കുക. ആ മനുഷ്യനോട് നമുക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നുക? വിഷ്ണുവിനെ തിരക്കി കളക്ടറേറ്റ് വരെ പോയി. ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് ശാലിനി വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്റെ ഭഗവാനെ,